സംസാരം ടിവിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പെരുമ്പാവൂരിലാണ് നിൽക്കുന്നത്. പെരുമ്പാവൂർ കോതമംഗലം മൂന്നാർ റോഡ് പോകുന്നിടത്താണ്. നമ്മുടെ പെരുമ്പാവൂർ കുറച്ച് മുന്നോട്ട് വരുമ്പം റോഡ് സൈഡിൽ തന്നെ ഒരു കടയാണ് ശ്രീനാരായണ ഹോട്ടൽ. അപ്പം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ടേസ്റ്റ് കേട്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയത്. അപ്പം ഇവരുടെ സ്പെഷ്യൽ രീതിയിൽ ബീഫ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ടേസ്റ്റും ഒക്കെ നമുക്കിന്ന് കണ്ടറിയാം. ചേച്ചി, ഇന്ന് നമ്മൾ എന്താ ഇത് ബീഫ് പകുതി വെന്തിട്ടുണ്ടല്ലോ, ഇന്ന് എന്താ നമുക്ക് ഉണ്ടാക്കി തരുന്നത്? ഇതെന്താ സംഭവം? ഇത് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് എല്ലാം ഇത് വാട്ടും. അപ്പോൾ നമ്മളിപ്പോൾ എന്താ വെക്കാൻ പോകുന്നത്? ബീഫ് ഫ്രൈ. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആദ്യം ചെയ്തത്? നമ്മളിവിടെ മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി വറക്കും. എന്നിട്ട് ഇറച്ചിയിലേക്കിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമും. എന്നിട്ടാണ് അടുപ്പത്ത് വെക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ അടുപ്പത്ത് വേവിക്കുന്നത്. എന്നിട്ട് പിന്നെ ഫ്രൈക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് വാട്ടും. എന്നിട്ട് അതിലേക്ക് അരപ്പിടും. പൊടി ഐറ്റംസ് ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക്. ഇവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യൽ മസാലകളോ വല്ലതും ഉണ്ടോ? അതോ വീട്ടിലൊക്കെ മീറ്റ് മസാല തന്നെ. മുളക്, മീറ്റ് മസാല ഇടാം. മീറ്റ് മസാല ഇത്ര ഇടുന്നുള്ളൂ. എന്നിട്ട് കൂട്ടി ഇളക്കി നമ്മൾ ഇത് ഒന്നും ശരിക്ക് ഫ്രൈ ആക്കി എടുക്കും. ഫ്രൈ ആക്കിയിട്ട് ഇതിലേക്ക് ഇടും. അതിൽ വെള്ളം ചേർന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അതിലേക്ക് നന്നായിട്ട് ഇത് വറ്റണം. വെള്ളം വറ്റണം. എന്നിട്ട് ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇടും. ചേച്ചിയാണോ ഇവിടുത്തെ ബീഫിന്റെ ആള്? എല്ലാവരും ഉണ്ടാക്കും. നമ്മളിവിടെ ആദ്യം ഉണ്ടാക്കുന്നത് ബീഫാണല്ലേ? ആദ്യം പിന്നെ രാവിലത്തെ അപ്പം, ദോശ അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ബീഫിലേക്ക് നോക്കുള്ളൂ. ഇത് ശരിക്കും അങ്ങോട്ട് മൂക്കണം. മൂത്തില് പച്ച കുത്ത് വരും. എത്ര നേരം എടുക്കും മൊത്തത്തിൽ നമ്മുടെ ബീഫ് ഫ്രൈ ആയി വരാൻ? ഫ്രൈ നമ്മൾ 9 മണിക്കാണ് ബീഫ് കയറ്റണത്. 12 മണി ആയാലും ഈ സാധനം അടുപ്പത്ത് തന്നെയാണ്. വാങ്ങൂല. അതിൽ തന്നെ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ അടുപ്പ് തന്നെ ഉണ്ടാവും ബീഫ്. ഇത് എത്ര കിലോ ബീഫുണ്ട്? ഇത് 24 കിലോ ബീഫുണ്ട്. 24 കിലോ. ഏകദേശം ഇതൊന്ന് ഫ്രൈ വറ്റി വന്നിട്ടുണ്ടോ വെള്ളം? വെള്ളം മുഴുവൻ ചേർന്നിട്ടുണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് ഈ മസാല ഇതിടണം. മോളി കിടന്നിതൊന്നാവണം. ഇളക്കില്ല അല്ലേ? ഒന്നോട് ചേർന്നിട്ട് നിങ്ങൾക്ക് ഒന്നോട് ചേർന്നിട്ട് ഇളക്കും. നമ്മൾ എത്ര നേരം ഇങ്ങനെ വെക്കേണ്ടി വരും? ഇതിപ്പോ അടപ്പത്ത് തന്നെ കിടക്കും. അപ്പോൾ അത് നല്ലോണം ഇളക്കി കൂട്ടി അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ തീ കിടന്ന് നല്ലോണം സെറ്റ് ആയിക്കോളും. ഇതിൽ തന്നെ ഇങ്ങനെയാണ് വെച്ചേക്കോളും. ഇനി ഇതിൽ നിന്ന് മാറ്റൂല. ഇനി ഇതിൽ നിന്ന് എടുത്താണ് നമ്മൾ സെർവ് ചെയ്യും. ഇതിലൂടെ വെള്ളം പറ്റാനുണ്ട്. അപ്പൊ വരണ്ട് നല്ല ഗ്രേവിയൊക്കെ അങ്ങോട്ട് പോയിട്ട് വരണ്ട് നല്ല ഫ്രൈ ആയിട്ട് നല്ലോണം ഇരിക്കും. ചേച്ചിയുടെ പേരാ? ഗീത. ചേച്ചിയുടെയും ഒരു കൈ ഉണ്ടല്ലേ എല്ലാ ദിവസവും? എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഉണ്ട് എൻ്റെ ഇതില്. ഞങ്ങൾ 5-8 ആൾക്കാരുണ്ട്. 5-10 പേരുണ്ട് മൊത്തം. 10 പേരുണ്ട്. രാവിലെ ഇവിടെ ഇത് ചേച്ചി അറിയില്ലേ? ഈ കടയുടെ ഉടമസ്ഥയത്. ഈ ചേച്ചിയുടെ കടയാ. ചേട്ടൻ ഫ്രണ്ടിലിരിക്കണം. ഞാൻ അനിയത്തിയാ ചേച്ചിയുടെ. അനിയന്റെ ഭാര്യ. നിങ്ങളുടെ ഫാമിലിയുടെ ഫാമിലിയൊക്കെ അല്ല. അവിടെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു നാത്തൂൻ്റെ മോളുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് 2 പേരുണ്ട്. ചേട്ടനാണോ ഇവിടെ എപ്പോഴും ബീഫ് ഇളക്കുന്നത്? ചേട്ടനാ? ചേട്ടൻ്റെ പേരെന്താ?
കുറേ നാളായി ഇവിടെ? 20 വർഷമായി ഇവിടെ അല്ലേ? വന്നു തൊട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഇവരൊക്കെ പിന്നെ വന്നതല്ലേ ചേച്ചിമാരെ? ചേട്ടൻ ബീഫ് വെച്ചിട്ടില്ല അല്ലേ? ഇളക്കാൻ നിൽക്കത്തേ ഉള്ളൂ. വെക്കലും ഉണ്ട്. ആ അതെ ചേച്ചി. അപ്പോൾ നമ്മുടെ ഇത് ഒരുവിധമായിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് വറ്റിയാൽ മതിയോ? അതാ, ഇനി വെള്ളം പറ്റി കഴിഞ്ഞാൽ ഇത് റെഡിയായി. ഇതിൽ തന്നെ കിടന്ന് പിന്നെ അങ്ങോട്ട് സെറ്റായി വരും. ആ വെള്ളം പറ്റി അപ്പോൾ നമ്മുടെ ഇത് അടുപ്പത്തൊന്നും ഇറക്കണില്ല. തന്നെ വെച്ചേക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായി. ഈ വെള്ളം നല്ലോണം ചേർന്ന് കഴിഞ്ഞാൽ റെഡിയാവും, സെറ്റാവും. ഇപ്പം ഇത്തിരി വെള്ളത്തിലാണ്. ഈ വെള്ളം ഒപ്പം നേടുന്ന നല്ലോണം ഫ്രൈ ആയി വരും. ഇത് കൂടുതൽ ഇവിടെ ചോറിൻ്റെ കൂടെ ആണോ കഴിക്കുന്നത്? എല്ലാവരും വാങ്ങാൻ വരും. പാഴ്സലായിട്ട് മാത്രം വാങ്ങാൻ വരും. ഇത് മാത്രം കഴിക്കാനാണ് പുറത്തുനിന്ന് അങ്ങനെ ആൾക്കാർ പുറത്തുനിന്നൊക്കെ ദൂരേന്നൊക്കെ വരും. എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ ഒരു ഫുഡ്? ഇവിടെ 3 മണി വരെയൊക്കെ ശരിക്കും. അത് കഴിഞ്ഞ് പിന്നെ 4:30 വരെയൊക്കെ ആൾക്കാർ വരും കഴിക്കാനായിട്ട്. എന്നും ഇത്രയും കിലോ ബീഫാണോ ഇവിടെ വെക്കുന്നത്? 24-25 കിലോ ബീഫ് എന്നും വയ്ക്കും. ഇന്നിപ്പോൾ 25-24. പിന്നെ കൂടുതൽ ആൾക്കാർ പറയും നമ്മളോട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വേറെ ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ നമ്മൾ അടുപ്പത്ത് നിന്ന് തന്നെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അരപ്പൊക്കെ പിടിച്ച് അവിടെ ഇങ്ങനെ അടുപ്പത്ത് തന്നെ ഇരിക്കുന്നതിൻ്റെ ഉരുളിക്കകത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. ഇത് ഉച്ച സമയമായതുകൊണ്ട് ചേച്ചിമാരൊക്കെ ഭയങ്കര തിരക്കാണ്. ഒരുപാട് പേര് ഊണിന് കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട്. അപ്പം ഇതിലേക്കൂടെ പോകുന്നവരെന്തായാലും ഹോട്ടലിൽ കയറുക, ഇവിടുത്തെ ഈ ബീഫൊക്കെ കഴിച്ച് നോക്കുക. പിന്നെ ഇത് വീട്ടിലും ട്രൈ ചെയ്യുക, എളുപ്പമാണ്. അപ്പോൾ ചേച്ചി ഒരുപാട് സന്തോഷം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇവിടെ തിരക്കാണല്ലേ ഇപ്പോൾ, ഊണിൻ്റെ തിരക്കാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.